ഉച്ചക്ക് ചോറും കഴിച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങി വൈകുന്നേരം ആട്ടോ എണീറ്റത്. വൈകുന്നേരം എണീറ്റപ്പോഴാണ് രാവിലെ കുറച്ച് തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മ വന്നത്. വേഗം എല്ലാ സന്ധ്യയ്ക്ക് മുന്നേ അകത്തോട്ട് എടുത്തിരുന്നുണ്ടേ. പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ടാട്ടോ പോയത്. അടുക്കളയിൽ ചെന്ന് എനിക്ക് ഒരു തപ്പൽ പതിവാണേ. വേറൊന്നല്ല, ഈ ചായപാത്രമൊക്കെ എവിടെ വെച്ചെന്നൊരു ഓർമ്മയുണ്ടാവില്ല കേട്ടോ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ചായപാത്രം എടുത്ത് നേരെ ചായ കാച്ചാൻ വേണ്ടി വെച്ചിട്ട് ഞാനിന്ന് മാഗിയാണ് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഉച്ച തൊട്ട് ഭയങ്കര കൊതിയിട്ടോ മാഗി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം കടയിൽ പോയി മാഗി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് പാൽപ്പൊടി ചായ കേട്ടോ വെക്കുന്നത്. ചായ വേഗം കാച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് മാഗി കഴിക്കാൻ കൊതി വേറെ ഒന്നുമില്ല. നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പില്ലേ ഈ മാഗിയും ഈ മുട്ട ചിക്കി പൊരിച്ചതും കൂടി ഇട്ടിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു, അതൊക്കെ ഒരു കാലം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും ബുൾസേയാണ് ചെയ്യാറുള്ളത്. പക്ഷെ എനിക്കെന്തോ മുട്ട ചിക്കി പൊരിച്ചിട്ട് ഇങ്ങനെ തിന്നാനൊരു കൊതി. പിന്നെ ഞാൻ മാഗിയിൽ ഒരുപാട് വെള്ളം കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് വെള്ളത്തോടെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയിലോട്ട് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതൊന്ന് ചിക്കി പൊരിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ചടി മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു എരിവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. കുറച്ച് മതി, ഒരു നുള്ളു മതി കേട്ടോ. അത് നല്ലോണം ഉളുമ്പ് മണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും നല്ലോണം ഫ്രൈ ചെയ്ത് ആ മുട്ട നമ്മളെ മാഗിയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഈ പഴയകാല ഓർമ്മകളിലോട്ടൊക്കെ പോയി ഞാൻ എന്താണെന്നറിയില്ല, കുറേ ദിവസത്തേക്ക് മാഗി കഴിക്കണോണ്ടാണെന്നറിയില്ല ഭയങ്കര കൊതി ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരെ ഹാളിലോട്ട് മാഗിയും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ചായയൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കുറേ നാളത്തെ കഴിക്കണോണ്ടാണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ. ഇത് എന്താണെന്ന് എനിക്കറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ കഴിച്ചപ്പോൾ. അപ്പോൾ എന്തായാലും ഐനൂസിന് ഒരു വായി കൊടുത്ത്, അല്ല ഐനൂസിനും കൊടുത്ത് ഞാനും കഴിച്ചിട്ട് നേരെ അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പരന്ന പാത്രങ്ങളെ കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ചധികം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നേ. ഈ മുട്ട കഴിക്കുമ്പോഴും മാഗി കഴിക്കുമ്പോഴും ഞാൻ നല്ലോണം വെള്ളം കുടിക്കട്ടെ, എന്താണെന്നറിയില്ല ഭയങ്കര ദാഹമാണ്. അങ്ങനെ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് ആ തിണ്ണപ്പുറമൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ സന്ധ്യ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുക്കള വാതിലൊക്കെ അടച്ച് പിന്നെ നേരെ ഹാളിലോട്ടാട്ടോ വരുന്നത്. ഹാളിലത്തെ വാതിലും അടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൊതുക് കയറി ഞങ്ങളെ തിന്ന് കൊല്ലും. അങ്ങനെ എല്ലാം അടച്ചിട്ട് ഞാൻ വിരിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഒരു 5:30 6 മണി ആയിട്ടുണ്ടാവും. പിന്നെ ആലക്കിയ തുണികളൊക്കെ കയ്യോടെ ചൂടോടെ തന്നെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബെഡിൽ പോയിരുന്ന് എല്ലാ സമാധാനത്തിൽ ഓരോന്നോരോന്നായി എടുത്ത് മടക്കി വെക്കുകയാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ